സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇപ്പോൾ ഗെയിമർ. നിങ്ങൾ കണ്ടിരിക്കുന്ന പുതിയ വീഡിയോ ആണ്. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് സൂപ്പർ മാർക്കറ്റ് ടുഗദർ എന്ന ഗെയിമുമായിട്ടാണ്. ആൻഡ് ഈ ഗെയിമിന്റെ ഫസ്റ്റ് ദിവസം കാണുന്ന സമയം പോയി കാണുക. നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നത് എങ്ങനെയാണെന്നും തുടങ്ങിയതും നമ്മുടെ ഫസ്റ്റ് ദിവസത്തെ കളക്ഷനൊക്കെയാണ് നമ്മൾ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഡേ 2 ആണ്. അപ്പം നമുക്ക് നമ്മൾ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ബെൽ ബട്ടൺ ഇനേബിൾ ആണെന്ന് ഉറപ്പിക്കുക. കാരണം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ലെന്ന കുറച്ച് പരാതി എനിക്ക് കിട്ടിയായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. എന്നാലേ ഇത് ഇച്ചിരിയും കൂടെ നമുക്ക് ഇച്ചിരി കൂടെ ഈ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഇച്ചിരി വിപുലീകരിക്കണ്ടേ. അത് തന്നെ നിങ്ങൾ കൂട്ടുകാർ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നമ്മൾ ലാസ്റ്റ് നമ്മൾ നിർത്തിയെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ തീർന്ന സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ കംപ്ലീറ്റ് അടുക്കി വെച്ചു. അതിനിപ്പം 8 മണിയായിരുന്നു നമ്മുടെ ഷോപ്പ് തുറന്ന സമയം. പക്ഷെ അതിന് മുമ്പ് ഇതിനകത്തൊക്കെ ഈ സാധനം ഇല്ലേ, ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പോഴാണ് മനസ്സിലായത്. ഈ ട്രേ ഉണ്ടല്ലോ, ഈ ട്രേ എടുക്കുക, ഈ ട്രേ എടുത്ത് ഇവിടെ വയ്ക്കുക. എന്നിട്ട് ഇപ്പം നമുക്ക് ഇതെടുക്കാം. എന്നിട്ട് ഈ ട്രേയിനകത്ത് അരി കുറച്ചുണ്ട്, അരി ഒന്ന് കംപ്ലീറ്റ് ഫില്ലാക്കി വെക്കുക. നോ മോർ സ്പേസ് ഇൻ ദ ബോക്സ്. ഓക്കെ, കുഴപ്പമില്ല. ഇനി നമ്മൾ ജസ്റ്റ് താഴത്തൊന്ന് ഇല്ല, അതേ ഉണ്ട്, താഴത്ത് ഇങ്ങനെ ഞാൻ വെച്ച് കൊടുക്കുകയാണ്. നമ്മളെല്ലാത്തിനും വിലയൊക്കെ മാറ്റി കൊടുത്തു. എന്നിട്ട് ഒരു ഇത്രയും വേണം നമുക്ക്, 30 എണ്ണല്ലോ, ഒരു 10 എണ്ണം വെച്ച് കൊടുക്കാം. വെയിറ്റ്, ഓക്കെ, 10 എണ്ണം വീതം ഈ ട്രെയിനകത്ത് വെക്കണം. എന്നാലേ കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. അതായത് ഈ ട്രേ എടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ കൊണ്ട് വെച്ചു. എന്നിട്ട് ഈ ട്രേ എടുത്തിട്ട് ജസ്റ്റ് ഈ റൈസ് ഇങ്ങനെ എടുത്ത് ഇങ്ങോട്ട് വയ്ക്കുക. എന്നിട്ട് അടുത്തത് സെറ്റ് എടുത്ത് എന്നിട്ട് ഇതിങ്ങനെ സൈഡിലൊക്കെ എടുത്ത് വച്ചാൽ മതി. കണ്ട, ഇങ്ങനെ ഇരുന്നോളൂ. അപ്പൊ തീരുമ്പം നമുക്ക് സാധനം എടുക്കാം. കേട്ടാ, ഓപ്പൺ, സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത സാധനം കൂടി ഇങ്ങനെ വേണം എടുത്ത് വെക്കാം. ഇതിനകത്ത് 1, 2 ഒരു 6 സെറ്റ് ആകത്തില്ല. വെയിറ്റ്, ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ ബാക്കി കൂടെ വെച്ച് നോക്കട്ടെ ഇതിനകത്തേക്ക്. നമുക്കിനിയിപ്പം അടുത്ത സാധനം ഹണി സിറൽസ് ആണ്. ആള് വന്ന് സാധനം മേടിച്ചു കഴിഞ്ഞാൽ തുടർന്ന് വന്ന് വേണം. ഗുഡ് മോർണിംഗ് മാഡം. ഒരു വെള്ളം, 2 സിറൽസ്. പൈസ ഈ $3.25 നമ്മൾ 1.57 കൊടുക്കണം. 1.57. നെക്സ്റ്റ് ഒരു ഉപ്പ്, 3 അരി, ഒരു പാസ്ത. 4.24. നമ്മൾ 76 കൊടുക്കണം. 75, 76. നെക്സ്റ്റ് എന്താ ചേച്ചി മേടിച്ചത്? എന്തോ ഇത്, പഞ്ചസാര അല്ലേ? പഞ്ചസാര, ഉപ്പ് 2, വെള്ളം 3. കാർഡാണ് ചേച്ചിക്ക്. 257. ഓക്കെ ചേച്ചി, 2 വെള്ളം, 3 വെള്ളം, ഒരു ഹണി സിറൽസ്, അരി. എനിക്ക് ഇതിൻ്റെ വില കൂടിയെന്ന് തോന്നേട്ടാ. 3.76 നമ്മൾ 1.24 കൊടുക്കണം. 1, 20, 1, 2, 3, 4. ഓക്കെ, നെക്സ്റ്റ്. വേണ്ട, പറഞ്ഞു മേടിച്ചു. 2, 3 സിറൽസ്, 2 അരി, 6 രൂപ, അല്ല 7 രൂപ. ചേട്ടൻ എനിക്ക് 13 ഞാൻ ചേട്ടന് തരണം. ഷോ, എന്തോ വേണ്ട. 10, 11, 12, 13. അപ്പോൾ 43 അല്ലേ? 10, 20, 30, 40. 1, 2, 3. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ്. പഞ്ചസാര, അരി, വെള്ളം, ഉപ്പ്, പാസ്ത 3.63. അത്യാവശ്യം നമുക്ക് വേണ്ട. ഇപ്രാവശ്യം നമുക്കൊരു 2800 നമ്മൾ വെച്ചിരുന്നത്. നമ്മൾ അതിനകത്തൊരു സാധനം മേടിച്ചപ്പം അതാണ് 1.97. 92. ഓക്കെ, നെക്സ്റ്റ്. കഴിഞ്ഞ ഇനിയിപ്പോൾ എന്തായാലും ആ ട്രേ എടുത്തോണ്ട് പോയി നമുക്ക് ഇതൊക്കെ ഒന്ന് അടുക്കി വെക്കട്ടെ. അയ്യോ, സാധനം ഇല്ല. എന്ത് വേണ്ട? ഇതല്ലല്ലോ. അയ്യോ, അത് തീർന്നടാ. സോറി സാർ, അത് തീർന്നു പോയി. അയ്യോ, അത് തീർന്നു പോയേ. നമുക്ക് ഞാൻ പറഞ്ഞ കുറച്ച് അധികം സാധനം മേടിച്ചിരിക്കണം. ഇതിനിപ്പോൾ കംപ്ലൈന്റ് ആവാണ്ട് പോകണം നമുക്കിനി. 1.12. നെക്സ്റ്റ്. ഓക്കെ, 3.36 അല്ല 3.66. 1, 2, 3, 50, 10, 60. ശരി. അപ്പോൾ ഇത് കടമിക്കാർ അടയ്ക്കുന്ന സമയത്താണ് കേട്ടോ. 3.82. 1, 2, 3, 50, 60, 70, 82. നെക്സ്റ്റ്. അയ്യോ, സാധനം ഇല്ല.
അയാൾ എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാം മേടിക്കാം. 1 2 3 4 അല്ല 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഓക്കെ, 1000 രൂപയ്ക്ക് ഞാൻ ബൈ അടിച്ചു. ഇനിയിപ്പോൾ ആ സാധനം അവിടെ ഇരിക്കട്ടെ. ഇത് വന്നു 4 8. നെക്സ്റ്റ് 10:30 ആയല്ലേ? 10:30 കട ക്ലോസ് ചെയ്യാറായില്ലേ? കട ക്ലോസ് ചെയ്യാൻ പറ്റില്ല ഇപ്പം നമുക്ക്. സോ നമുക്ക് തൽക്കാലം ഇവനൊക്കെ ഉണ്ട്, ഇവൻ്റെ ഈ സാധനമൊക്കെ ഉണ്ടല്ലോ, എടുക്കാൻ പറ്റില്ല. വെയിറ്റ്, ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. നമുക്കൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ആദ്യം ബോക്സ് ഈ ബോക്സിനകത്ത് വെക്കാൻ പറ്റുള്ളൂ. ബാ, ഫുള്ള് എടുക്കട്ടെ. ഈ ബോക്സ് ഇവിടെ ഇരിക്കട്ടെ. പാസ്ത 1. ഓക്കെ, അല്ല ഇനി നമുക്ക് ഇത് ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഇത് ഇവിടെ ഇരിക്കട്ടെ, ഇത് ഇവിടെ ഇരിക്കട്ടെ, ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു യമണ്ടൻ സാധനങ്ങൾ വന്ന് കിടപ്പുണ്ട്. ഇതൊക്കെ എടുത്ത് ഇനിയിപ്പോൾ ഇവിടെ വെക്കണം. തൽക്കാലം നമുക്ക് ഞാൻ ഇവിടെ വെക്കുവാണ്. നമുക്ക് എന്നിട്ട് അത് കംപ്ലീറ്റ് അറേഞ്ച് ചെയ്യണം. സാധനങ്ങളെല്ലാം നമുക്ക് ഇനിയിപ്പോൾ തീരാനേ പാടില്ലാത്ത രീതി വെക്കണം. 2 ട്രേ വീതം ഇതെല്ലാം ഉണ്ടാകണം. അയ്യോ, സാധനം തീരാൻ പാടില്ല. ഇനി ഇവിടെ വന്ന ആളുകൾ സാധനം മേടിച്ചോണ്ട് പോവുകയും ചെയ്യണം. എന്നാൽ ഇവിടെ സാധനത്തിനൊട്ടും കുറവുണ്ടാകരുത്. ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് സെറ്റ് വയ്ക്കാം. സോ ഗൈസ്, ഇപ്പം എനിക്ക് ഇതിനകത്ത് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി നമ്മൾ മര്യാദയ്ക്ക് ചിന്തിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ ബിസിനസ് നമ്മൾ താഴ്ചയിലേക്കായിരിക്കും കൊണ്ടുവരുന്നത്. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇനി ഞാൻ കുറച്ചും കൂടെ തല പുകച്ച് പരിപാടി ചെയ്യുന്നുള്ളൂ. കാരണം എങ്ങനെയാണ് ഒരു കട കൊണ്ടുപോകണ എന്ന രീതിയിൽ തന്നെ ആയിരിക്കും ഞാൻ ഇനി തൊട്ട് ചെയ്യാൻ പോണത്. ഓക്കെ, അതിനകത്തുള്ള ലാഭം ഒരു 10 ദിവസം ഡേ 10 ആകുമ്പം ഈ 1700 എന്നുള്ളത് മിനിമം ഞാൻ ഒരു 3000 ആക്കിയിരിക്കും. ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. ഓക്കെ, സോ ഗൈസ്, അപ്പം അങ്ങനെ ഏറെ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഞാൻ എല്ലാ സാധനങ്ങളും അടുക്കി പെറുക്കി വെച്ചു. അതുപോലെ തന്നെ ആവശ്യത്തിന് അധികം സാധനം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ഞാൻ കണ്ട ഇത്രയും, അതായത് ഇനി ഇത്ര സാധനങ്ങൾക്ക് ബാക്കി വന്ന കേട്ടോ. അതായത് ഇനി ഇത്ര സാധനങ്ങൾ ബാക്കി ഉണ്ടാവും. അതുപോലെ ഒറ്റ ട്രേ ഇല്ല. കാരണം ആ ട്രേയിനകത്താണ് ഞാനിപ്പോൾ കുറച്ചധികം സാധനങ്ങൾ കംപ്ലീറ്റ് ഫില്ലായിട്ട് ഓരോ ട്രേ ഇരിപ്പുണ്ട്. ഓരോന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റും. അതുപോലെയാണ് ഞാനൊരു ഇതിന് വരുന്ന വിൻഡോ ഷെൽഫ്, എന്തുവായിരുന്നു എൻ്റെ പേര് വാൾ ഷെൽഫ്. ഓക്കെ, വാൾ ഷെൽഫാണ് ഞാൻ പിന്നെ ഒരെണ്ണം മേടിച്ചു. പിന്നെ ഒരു സ്റ്റോറേജ് ഷെൽഫ് ഒരു ഹാഫ് ഉള്ള ഒരെണ്ണം മേടിച്ചു. അതിനകത്തേക്ക് സിറൽസ് മാറ്റി. അതുപോലെ വെള്ളം ഈ വാൾ ഷെൽഫിലേക്ക് മാറ്റിയിട്ട് ഇവിടെ കണ്ട ഇവിടെ നിരത്തി ഞാൻ നമ്മുടെ ഇത് വെച്ചു. അരി ഫുള്ള് ഫസ്റ്റ് റോ, രണ്ടാമത്തെ റോ പാസ്ത, മൂന്നാമത്തെ റോ ഉപ്പ്, നാലാമത്തെ റോയിൽ നമ്മുടെ പഞ്ചസാര. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് എനിക്കൊരു 2000 രൂപയുടെ നഷ്ടം ഉണ്ടായിരുന്നു. ഒരു 1000 രൂപയുടെ സാധനം ഞാൻ മേടിച്ചു. അതുപോലെ തന്നെ ഈ വാൾ ഷെൽഫ്, പിന്നെ ഇത്, പിന്നെ ഞാൻ കുറച്ച് സെറൽസ് കുറച്ചും കൂടെ മേടിക്കേണ്ടി വന്നു. ഒരു 250 രൂപ പിന്നെ മേടിക്കേണ്ടി വരും. ഒരു 1500 കൂട്ടിക്കോ, 1500 രൂപ നഷ്ടം ഉണ്ടായിരുന്നു. നമുക്ക് സാധനം മേടിച്ചു. അപ്പം അത് നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ നൈസായിട്ട് അരിയുടെ വില എന്ന് വെച്ചാൽ ഇപ്പം മാർക്കറ്റ് പ്രൈസ് 1.45. നമ്മളതിൽ 1.20 വിൽക്കാൻ പോവാം. ഒറ്റയടിക്ക് നമ്മൾ വില കൂട്ടിയോ, 1.20 അല്ലായിരുന്നു, 1.20 പാസ്റ്റയുടെ വില 1.2 ആണ് നമ്മൾ കേട്ടോ. 1.35 ഇവിടെ വില. 1.15 ഇടാൻ പോവാ ഞാൻ. ഇനി ഉപ്പ് $16. ഞാൻ അതിനെ 20 ആക്കുവാണ്. വെള്ളം 1.29 അല്ല 49 1.24 ആക്കുക. അല്ല 1.20 മതി, എന്തിനാ കൂട്ടുന്നില്ല, 1.20 ഇരിക്കട്ടെ. ഇനി നമുക്ക് ചെയ്യേണ്ട വെള്ളം അല്ല ഇത് പഞ്ചസാര അല്ലായിരുന്നു, പഞ്ചസാരയുടെ ഉണ്ട് 1.20 ആക്കിയത്. ഇനി വെള്ളത്തിന് പൈസ ഞാൻ 1.89 ആണ്. ഞാൻ 45 ഇടാൻ പോവാ. ഇനി ഇതിന് എൻ്റെ പൊന്നെ മുടിഞ്ഞ വിലയാണ്. $2.5 ഒരെണ്ണത്തിന്. അതിൻ്റെ വിറ്റ് പോകുന്നുണ്ട് നല്ലോണം. നമുക്കിതൊരു 1.70 ആക്കാൻ പറ്റും എനിക്കിത്.
അല്ല 1.75 പോട്ടെ, വിറ്റ് പോകും തല്ലി സാധനം. അല്ല 75 വിറ്റ് പോകുന്ന എനിക്ക് ഉറപ്പാണ്. ആൻഡ് അതുപോലെ തന്നെ ഞാൻ പിന്നെ ചെയ്ത സംഭവം എന്താണെന്ന് വെച്ചാൽ, ഏതോടെ ഇരിക്കട്ടെ, ഇതെന്തോ ഇത്, അക്വയർ ദ മാർക്കറ്റ് OS 2.0 അൺലോക്ക് അഡ്വാൻസ് ഫീസ്. ഓക്കെ, അപ്പം ഇതൊക്കെ നമുക്ക് വരാനുള്ള സാധനങ്ങളാ, ഇതൊന്നും അറിഞ്ഞുകൂടാം. ഓക്കെ, അപ്പം നമുക്ക് വേറെ സാധനം വന്നിട്ടുണ്ട് കേട്ടോ. അത് ഡേ 2 സാധനം വന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ നോക്കാം അത്. വേറെ എന്തായാലും ഇപ്പം നമ്മൾ നോക്കുന്നില്ല. അപ്പം ഇത്രയും ഞാൻ ചെയ്തു. ആൻഡ് ഇനി എനിക്കൊരു കുറച്ചൊരു സാധനം ഒരെണ്ണം കൂടെ ചെക്ക് ചെയ്യണം. അതായത് ഒരു ചെക്കൗട്ട്, സെൽഫ് ചെക്കൗട്ടും കൂടെ സെറ്റ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. ഇവിടെ ഫ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ, ബേസിക് ഫ്രിഡ്ജ്. ഇതൊക്കെ നമുക്ക് തന്നെ സാധനം ഇല്ലാത്തവരും കുഴപ്പമില്ല. പ്രൊഡക്റ്റ് ഷെൽഫ് ഇതൊക്കെ വെജിറ്റബിൾസിന് വേണ്ടിയാണ്. പിന്നെ ഇതെന്തോ സെൽഫ് ചെക്കൗണ്ടും കൂടെ നമുക്ക് സെറ്റ് ചെയ്യുമായിരുന്നു, സൂപ്പറായിരുന്നു. പക്ഷേ അതിന് 2500 രൂപ വേണം, നമ്മുടെ ഇല്ല. ആൻഡ് പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനി നമുക്ക് വേണ്ടതാണ് ലൈറ്റ്. ഒരു വലിയൊരു ലൈറ്റ് അങ്ങോട്ട് വെച്ചു കൊടുക്കുക ഞാൻ. ഇത് കൊള്ളാം. ഇവിടെ 2 എണ്ണം ഇരിക്കട്ടെ, ഇങ്ങനെ ഒരെണ്ണോ, അല്ല ഇവിടെ വേണ്ട, ഇവിടെ ഇരിക്കട്ടെ അത്. ആൻഡ് ഇത് തന്നെ സെയിം സ്ഥലം, ഐ മീൻ സെയിം ഒരു ഇതായിട്ട് ഇവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ചെറിയ ലാമ്പ് ഉണ്ടാവില്ലേ, അത് ഞാൻ ഇവിടെ വെക്കണ്ട, ഇവിടെ ഇതേ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ തൂക്കാൻ പറ്റുമല്ലോ ഉണ്ടാ. ഇത് കൊള്ളാം. പക്ഷെ ഇത് ഇവിടെ ഇരിക്കുമോ? ഇവിടെ ഇരിക്കില്ല, ഇവിടെ ഇരിക്കും. ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെയെന്ന് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ അല്ല വരണ്ട. അപ്പം ഇത് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം 900 രൂപയും കൂടെ ഉള്ളട്ടെ ഇനി എനിക്ക് ഇവിടെ വെള്ളത്തിനും കൂടെ വെക്കണം. വെള്ളത്തിന് ഇങ്ങനെ വരണം, ഇവിടെ അല്ല, ഇച്ചിരി കൂടെ ഇവിടെ. ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, കൊള്ളായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന എന്തേലും ഉണ്ടോ? പക്ഷെ ഇത് ഇരിക്കും. പക്ഷെ ഇത് ഇവിടെ ഒരെണ്ണം വയ്ക്കാം, ഇവിടെ ഒരെണ്ണം വെച്ചിട്ട് ഇവിടെ ഒരെണ്ണം വയ്ക്കുക. $100 ഇതിന് ഒരെണ്ണത്തിന്. ഇവിടെ ഒരെണ്ണം വെച്ചിട്ട് ഇവിടെ ഒരെണ്ണം വയ്ക്കുക. എനിക്ക് ഇവിടെ 2 എണ്ണം കൂടെ വയ്ക്കാൻ പറ്റും. കാരണം ഇത് ഞാൻ എന്ന് വെച്ചാൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് മതി, ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ എനിക്ക്. ഇത് ഇങ്ങനെ ഒരെണ്ണം പ്ലേസ്. ഇത് ഏതാണെന്നാ പറഞ്ഞേ? ഇത് ഏതായിരുന്നു? ഇത് ഹാങ്ങിങ് ലാമ്പ് 1. ഓക്കെ, നമുക്ക് ഇതൊന്ന് മാറ്റാം, ഇതൊന്ന് ഡിലീറ്റ് ചെയ്തേക്കട്ടെ. ഓക്കെ, ഇനി ഇവിടെ വരണം. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് വേണ്ട എന്തുവാ, ഇനി നമുക്കൊരു ഇത് നമ്മുടെ ഇത് കാണാൻ വേണ്ടി നമുക്കൊരു വലിയൊരു ലൈറ്റ് ഉണ്ടായിരുന്നല്ലോ, ഹാന്തി. ഇതിവിടെ വെക്കണ്ട തൽക്കാലത്തേക്ക്. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ലൈറ്റൊക്കെ ഇവിടെ ആയിട്ടുണ്ട്, ഇവിടെ അത്യാവശ്യം അധികമായിട്ടുണ്ട്. അതിനിപ്പോൾ ചുറ്റിനും വേണം സാധനം വെക്കും. പക്ഷേ ഇത് നഷ്ടക്കച്ചവടം അല്ല എന്നുള്ള വിശ്വാസമാണ് ചെയ്യുന്നത്. അതെന്ത് ടോം സ്റ്റോണാ? എന്തിന് ശവക്കല്ലറയൊക്കെ? ഇത് ബേസിക് ടേബിളിനൊന്നും ആവശ്യമില്ല നമുക്ക്. അതിന് വേറെ എന്തൊക്കെ സാധനം വേണം കേട്ടാ. എന്തത് സ്മോൾ പെയിൻറ്റബിൾ ഡ്രൈവർ. ഓക്കെ, നമുക്ക് തൽക്കാലത്തേക്ക് ആവശ്യത്തിനുള്ള സാധനം നമ്മളിവിടെ സെറ്റ് ചെയ്തു. ഇതിൻ്റെ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ നോക്കാം. എൻ്റെ ഇതിപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ എത്രയാണ് നമ്മുടെ ഇന്നത്തെ പോയിന്റ്സ് നോക്കാം. നമുക്ക് നഷ്ടത്തിന് അങ്ങേ അറ്റാണെന്ന് എനിക്കറിയാം. കാരണം $400 എൻ്റെ ഉണ്ടായിരുന്നു, 2700 ആയിട്ട്. ഞാൻ നോക്കുന്നതായാലും ഇന്നത്തെ കട അങ്ങോട്ട് അടച്ചു. എൻഡ് ഓഫ് വർക്കിംഗ് ഡേ. 47 കസ്റ്റമർ വന്നു, ഒരു പ്രൊഡക്റ്റ് മാത്രം കിട്ടാണ്ടായി പോയി. പ്രൊഡക്റ്റീവ്സിനകത്ത് ഒന്നുമില്ല, ഐ മീൻ എക്സ്പെൻസീവ് പ്രൊഡക്ട്സ് ഒന്നുമില്ല. നമുക്ക് ടോട്ടൽ നമുക്ക് $2509 $9.7 നമുക്ക് നഷ്ടമാണ്. നമ്മൾ ഈ സാധനം മേടിച്ചാണ്. 164 രൂപയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പം തൽക്കാലത്തേക്ക് ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരും കൂടെ ഷെയർ ചെയ്യുക. നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അത് കാണാത്തവരെ കാണുക. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ സൈൻ പീസ് ടാറ്റ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.